കേക്കട്ടെ. എല്ലാം ശരിയാവും. എല്ലാ ദിവസവും അമ്പലത്തിന് പോകും. ഇങ്ങനെയാണ് പറയടാ, ഇങ്ങനെയാണ് പറയൂടാ. ഹേ ഒരുവൺ. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും. എന്നിട്ട് കേക്കട്ടെ. എന്നിട്ട് വിളക്ക് വെക്കും. ദൈവത്തെ ഓർക്കും. വിളക്ക് വെച്ചൊരു ഞാനൊരു അരമണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ രാവിലത്തെ കാപ്പിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് 6 മണിയാകുമ്പം കുളിച്ചിട്ട് അമ്പലത്തിൽ പോകും. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും രാവിലെ കുളിച്ചിട്ട്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കാപ്പിക്കുള്ളതെല്ലാം എടുത്തു വെക്കും. അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് ഞാൻ കാപ്പി കുടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 8 മണി തൊട്ട് 11:30 വരെ ഇരുന്ന് പഠിക്കും. അപ്പം അത് കഴിഞ്ഞ് 11:30 ആകുമ്പോഴത്തേനും ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഷാനയ്ക്കാണെങ്കിൽ ദിവസം ഒരു 3-4 കൂട്ടം കറി വേണം. ഷാനയ്ക്കാണെങ്കിൽ ദിവസം 3-4 കൂട്ടം കറി വേണം. അപ്പം ഞാനതെല്ലാം ഉണ്ടാക്കും. ദിവസം 3-4 കൂട്ടം കറി ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇപ്പം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ചോറുണ്ണു. എന്നിട്ട് ഞങ്ങൾ കറിയെല്ലാം ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറിനും. എന്നിട്ട് ഷാന ഒരു 1 മണിക്കൂർ കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇരുന്ന് പഠിക്കും. ഒരു 4:30 വരെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് 4:30 ചായ ഉണ്ടാക്കും, ചായ കുടിക്കും. എന്നിട്ട് വൈകുന്നേരം വീണ്ടും വിളക്കൊക്കെ വെച്ച് ഒരു 1 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ എന്നാ പിന്നെ വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിക്കും. എന്നിട്ട് നേരത്തെ ഒരു 9:30-10 മണിയൊക്കെ എന്തെങ്കിലും കിടക്കും. എന്നിട്ട് പിന്നെ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും പിറ്റേ ദിവസം. എന്നിട്ട് വിളക്കൊക്കെ വെച്ച് 1 മണിക്കൂർ പ്രാർത്ഥിക്കും. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അല്ലേ? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്. പറഞ്ഞു ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ന് ദീപ വരുമ്പോഴേ ഞാൻ പറഞ്ഞു എന്നെ ഇരുത്തി അവന് കുറേ നുണ കത്തിച്ചെന്ന് ഞാൻ പറയും. ഏതെങ്കിലും ഒരെണ്ണം ശരിയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു തന്നെ. എല്ലാം ശരിയാവും. എല്ലാ ദിവസവും അമ്പലത്തിന് പോകും. വൈകുന്നേരം വിളക്ക് വയ്ക്കും, ദൈവത്തെ ഓർക്കും, ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കും, അമ്മയ്ക്ക് കൊടുത്തു വിടും. കല്ല് വച്ചോണ അരിയോ ഞാൻ പറയടാ, ഇങ്ങനെയാണ് പറയൂടാ. അപ്പോൾ ബൈ ഗൈസ്. ബൈ.